ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പ. പിശാചിന്റെ പ്രവൃത്തികളുടെ കാരണമെന്ന് പറയുന്നത് പാപം. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുവും പാപവുമായിരിക്കുന്ന ബന്ധം ഒന്ന് പഠിച്ച് മുൻപോട്ട് കടന്നു പോകുന്നതായിരിക്കും നല്ലത്. ദ റിലേഷൻ ബിറ്റ്വീൻ സിൻ ആൻഡ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തെ നമ്മളൊന്ന് പഠിക്കുവാൻ സാധിക്കുമെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ 3 കാലഘട്ടങ്ങളായി തിരിക്കുവാൻ സാധിക്കും. 1, അവൻ ഈ ലോകത്തിൽ ജനിക്കപ്പെടുന്നതിന് മുമ്പ്. 2, ഈ ലോകത്തിൽ ജനിക്കപ്പെട്ട സമയം. 3, ഇനിയും വരുവാൻ പോകുന്നത്. 3 കാലഘട്ടങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യേകതയാണ്. 1, ഈ ലോകത്തിലേക്ക് വരുവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം ആരായിരുന്നു കർത്താവ്. മറിയയിൽ ഉൽപാദിതമായ സമയത്തല്ല ഒരു ജനനം. അത് ജനിച്ചു എന്നുള്ള സത്യമാ. എങ്ങനെ ജനിച്ചു? ജഡമായി ലോകത്തിൽ അവതരിച്ചു. അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നു. ആദിയിൽ വചനമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ദൈവമായിരുന്നവൻ. അങ്ങനെയെങ്കിൽ പഴയ നിയമകാലം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെതായിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞത് തൃത്വത്തിൽ ദൈവത്തിന്റെ ആളത്വങ്ങളിൽ ഒരാളത്വമായിട്ട് ദൈവമായിട്ട് ദൈവത്തോടു കൂടെ ഇരുന്നതാ യേശു. ഫിലിപ്പിയർക്ക് ലേഖനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസവേഷമെടുത്തു. ഈക്വൽ ഇൻ സ്റ്റാറ്റസ്, ഈക്വൽ ഇൻ പൊസിഷൻ. ആരോട്? ദൈവത്തോട്.